നമസ്കാരം. വയനാട് DCC പ്രസിഡന്റ് NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പ് പുറത്ത് വന്നതിന് പിന്നാലെ CPM അത് ഒരു രാഷ്ട്രീയ ആയുധമാക്കി എടുക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് പ്രകാരം IC ബാലകൃഷ്ണൻ MLA-യും MD അപ്പച്ചൻ എന്ന DCC പ്രസിഡന്റിനെതിരെയും കേസെടുക്കാനും അവരെ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. IC ബാലകൃഷ്ണൻ MLA-യെ അറസ്റ്റ് ചെയ്യും എന്നാണ് വാർത്ത പുറത്തു വരുന്നത്. അതായത് കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തെ തുടർന്ന് മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യയെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് അറസ്റ്റ് ചെയ്തതുപോലെ കേരള പോലീസ് ഇപ്പോൾ ഈ മരണപ്പെട്ട വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ IC ബാലകൃഷ്ണൻ പറഞ്ഞത് പ്രകാരമാണ് അർബൻ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ആൾക്കാരുടെ പക്കൽ നിന്ന് കാശ് വാങ്ങിയത് എന്നും താൻ ഈ കാശ് കടം വാങ്ങി തനിക്ക് തൻ്റെ വീടും കിടപ്പാടവുമൊക്കെ നഷ്ടമായതെന്നും IC ബാലകൃഷ്ണനും MD അപ്പച്ചനും തന്നെ ചതിക്കുകയായിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലുണ്ട്. ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന IC ബാലകൃഷ്ണൻ, ഈ വിജയൻ എന്ന് പറയുന്ന DCCയുടെ നീണ്ട കാലത്തെ കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന, വയനാട് ജനകീയനായിരിക്കുന്ന ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് തള്ളിയിട്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് തന്നെ IC ബാലകൃഷ്ണൻ MLA-യെ ഏറ്റവും അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. IC ബാലകൃഷ്ണനും MD അപ്പച്ചനും ഈ പറയുന്ന വിജയനെ പറഞ്ഞു പറ്റിച്ച് അദ്ദേഹത്തിൻ്റെ കിടപ്പാടം വരെ പണയപ്പെടുത്തി ഈ പറയുന്ന വൻ തട്ടിപ്പ് നടത്തിയിട്ടും അദ്ദേഹം മരണപ്പെട്ട് ഇത്രയും ദിവസമായിട്ടും അദ്ദേഹം KPCC പ്രസിഡന്റിനും അതുപോലെ പ്രതിപക്ഷ നേതാവിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും വരെ എഴുതിയ കത്തുകൾ ഉണ്ട്. ഈ കത്തുകൾ ഒക്കെ തന്നെയും മരണപ്പെട്ട് ഇത്രയും ദിവസമായിട്ടും ഒരു കോൺഗ്രസ് നേതാവ് പോലും അദ്ദേഹത്തിൻ്റെ മകൻ എഴുതി വെച്ച, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എഴുതി വെച്ച ആത്മഹത്യാക്കുറിപ്പാണത്. ഇത്രയും ദിവസമായിട്ടും 10 ദിവസം വരെ കഴിഞ്ഞിട്ടും ഒരു കോൺഗ്രസ് നേതാവ് പോലും അവരെ അന്വേഷിച്ച് ചെല്ലുകയോ അവരോടത് എന്താണ് എന്ന് ചോദിക്കുക പോലും ചെയ്യാതിരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബം ഈ കത്ത് പുറത്തുവിട്ടത്. ഈ കത്ത് പുറത്തുവിട്ടതിന് പുറമെ ഈ കത്തിൽ ഇത്തരത്തിലൊരു പരാമർശം വരുമ്പോൾ IC ബാലകൃഷ്ണൻ MLA-ക്ക് എതിരെ മാത്രമല്ല CPM അല്ലെങ്കിൽ ഈ പറയുന്ന ഭരണപക്ഷം, അതായത് സർക്കാർ, KPCC പ്രസിഡന്റ് K സുധാകരനെതിരെയും അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ഈ പ്രസ്തുത സംഭവത്തിന് ശേഷം KPCC ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ഏർപ്പെടുത്തിയ ഒരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി സംസാരിക്കും, അതിനുവേണ്ടി അദ്ദേഹം വയനാടേക്ക് പോകും എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും കോൺഗ്രസിന് മേൽ ഒരു രാഷ്ട്രീയ ആയുധമാക്കി CPM-ഉം പറയുന്ന LDF-ന്റെ CPM-ഉം ഗവൺമെന്റും ഇപ്പോൾ ഇദ്ദേഹത്തിനെതിരെ KPCC പ്രസിഡന്റ് K സുധാകരന് വരെ ഇതിലേക്ക് നീട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന് എതിരെ വരെ കേസ് എടുക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. PP ദിവ്യയെ കണ്ണൂർ നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട നവീൻ ബാബു എന്ന ഉയർന്ന ഉദ്യോഗസ്ഥനെ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയാണെന്ന് പറയുകയും അതിലേക്ക് തള്ളിവിട്ട കാരണം കൊണ്ടാണ് PP ദിവ്യയെ അറസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ MD അപ്പച്ചനെയും ഈ പറയുന്ന IC ബാലകൃഷ്ണൻ MLA-യെയും അറസ്റ്റ് ചെയ്യും, ഏറ്റവും അടുത്ത് തന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. KPCC നേതൃത്വവും ഒരു കോൺഗ്രസ് നേതാവും തങ്ങളുടെ കുടുംബത്തെ ഇതൊരു കുടുംബ പ്രശ്നമാക്കി തീർത്ത് തങ്ങളെ തിരിഞ്ഞു നോക്കിയില്ല എന്നൊരു വാദവും കുടുംബത്തിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിൽ ഈ കത്ത് പുറത്തുവിടുന്നതും. അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് എഴുതിയിരിക്കുന്ന വളരെ വിശദമായ കത്തൊക്കെ തന്നെ ഇന്നലെ പുറത്തു വന്നിരുന്നു. അപ്പോൾ ഇന്ന് തന്നെ IC ബാലകൃഷ്ണൻ MLA-യെ അറസ്റ്റ് ചെയ്യും എന്നൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. IC ബാലകൃഷ്ണനെയും DCC പ്രസിഡന്റ് MD അപ്പച്ചനെയും പതിയെ ഈ കേസ് നീണ്ടുപോകുന്നത് KPCC പ്രസിഡന്റ് K സുധാകരനെയും ഇതിലേക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിലേക്കും അന്വേഷണം നീളുമെന്നും പറയപ്പെടുന്നുണ്ട്. ഏതായാലും CPM-ന് വീണ് കിട്ടിയ ഒരു രാഷ്ട്രീയ ആയുധമാണ് ഇത്. കോൺഗ്രസിനെതിരെ അവർക്ക് പറയാൻ ഒരു വൻ രാഷ്ട്രീയ ആയുധമാക്കി അവർ ഇത് തീർക്കാൻ സാധ്യതയുണ്ട്. നന്ദി, നമസ്കാരം.